ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗസയിലെ വൃക്കരോഗികൾ മരുന്നും ഡയാലിസിസും ഇല്ലാതെ മരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. പ്രധാന ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളും കഴിഞ്ഞ 6 മാസമായി തുടരുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സേന തകർത്തിരുന്നു. ഇതോടെയാണ് രോഗികൾ പ്രതിസന്ധിയിലായത്. മരുന്നുകളോ മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ജനറേറ്ററുകളോ ഗസയിൽ കിട്ടാനില്ല. വൈദ്യുതി മുടക്കം പതിവാണ്. ഈ സമയത്ത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ജനറേറ്ററുകളെയാണ് ആശ്രയിക്കുന്നത്. ഇന്ധനക്ഷാമം മൂലം ഇതും തടസ്സപ്പെട്ടു. ശുദ്ധജലം പോലും നഗരങ്ങളിൽ കിട്ടാനില്ല. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾക്ക് സിറിഞ്ചുകളുടെയും മറ്റും അഭാവം മൂലം ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നുമില്ല. രോഗികൾക്കും ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കും വൈദ്യസഹായം ലഭിക്കാതിരിക്കാനാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രികൾ തകർത്തത്. ചികിത്സ ലഭിക്കാതെ നിരവധി വൃക്കരോഗികളാണ് ഗസയിൽ മരിക്കുന്നതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയ വകുപ്പും വ്യക്തമാക്കി. രോഗികൾക്കാവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും നൽകണമെന്ന് ഗസ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസ് ലോകാരോഗ്യ സംഘടനയോടും റെഡ് ക്രോസിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദാറുൽ ബലാഹിലെ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലെ ഡയാലിസിസ് വകുപ്പിന് സഹായം നൽകാനാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിന് മുൻപ് ഈ ആശുപത്രി 140 പേർക്കാണ് ഡയാലിസിസ് നടത്തിയിരുന്നത്. ആക്രമണം കടുത്തതോടെ ഡയാലിസിസ് മുടങ്ങി. 7 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന തൻ്റെ മാതാവ് ഈയിടെയാണ് ചികിത്സ മുടങ്ങിയതിനെ തുടർന്ന് മരിച്ചതെന്നാണ് ഇബ്രാഹിം അൽ ഉവൈസി വ്യക്തമാക്കിയത്. അൽ അക്സ ആശുപത്രിയിൽ 22 ഡയാലിസിസ് യൂണിറ്റുകളാണുള്ളത്. വടക്കൻ മധ്യ ഗസയിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യമില്ല. ഇവർക്ക് ഡയാലിസിസ് സൗകര്യമുള്ള ആശുപത്രിയിൽ എത്താനും കഴിയുന്നില്ല. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. waytonikah.com, the exclusive Muslim matrimonial site.